ഹായ് ഹലോ ഗൈസ്. വൈകുന്നേരം വീട്ടിലിരുന്ന് ബോറടിച്ച് മടുത്തപ്പോഴത്തേക്കും ഹസ്ബൻഡ് പുറത്ത് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ഓടി ഞാനും കുഞ്ഞാവയും കൂടെ വണ്ടിയിൽ കയറിയിരുന്നു. എന്തായാലും വീട്ടിലിരുന്ന് ചൂടൊക്കെ കൊണ്ടിരിക്കില്ല, എന്തായാലും വണ്ടിയിൽ കയറുന്ന കുറച്ചൊരു എ സിയൊക്കെ കൊണ്ട് കറങ്ങാമെന്ന് വിചാരിച്ചോട്ട് വണ്ടിയിൽ കയറിയിരുന്നു. ഞാനും കുഞ്ഞാവേ മാത്രമല്ല കേട്ടോ, ഇതാ ഒരാളും കൂടെ ഉണ്ട്, അല്ലു. അവരും കുറച്ചൊരു എ സി കൊണ്ടിട്ടെന്ന് വിചാരിച്ചാൽ അവനെയും വണ്ടിയിൽ കയറ്റിയിരുത്തി. നമ്മൾ വൈകുന്നേരം ഇറങ്ങിയതാ, കുറച്ച് സന്ധ്യാസമയമൊക്കെ ആയിട്ടോ. നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് വേറെ എങ്ങോട്ടും അല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഹസ്ബൻഡ് നേരെ ബാറിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന, നമ്മളല്ല, ഹസ്ബൻഡ് സ്ഥിരം പോകുന്നൊരു ബാറാണത്. ഹസ്ബൻഡ് നേരെ ബാറിനകത്തേക്ക് കയറി. അപ്പോൾ ഞാനും കുഞ്ഞാവും വണ്ടിയിലിരുന്ന് കുറേ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും, അതാണ് നമ്മുടെ മെയിൻ കലാപരിപാടികൾ. പിന്നെ കുഞ്ഞാവെ അല്ലും കിടന്ന് വണ്ടിയിൽ കിടന്ന് നല്ല അടിയും ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ വണ്ടിയിലിരുന്ന് കുറേ നേരം അടുത്തുകൊണ്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുഞ്ഞാവ് അതുവഴിയൊക്കെ ഓടി നടക്കുന്നുണ്ടായി. ഞാനും അതുവഴി കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോൾ അവനെ പുറത്തിറക്കി കേട്ടോ, അല്ലുവിനെ പുറത്തിറക്കി. അവൻ പിന്നെ ഓടി നടക്കാൻ തുടങ്ങി. അവനെ പിന്നെ പിടിച്ച് നിർത്തി. അവനെ പിടിച്ചാൽ പിന്നെ കിട്ടില്ല, അതാണ് പ്രശ്നം. പിന്നെ ഹസ്ബൻഡ് ബാർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് സ്പെഷ്യൽ ഒരു സർപ്രൈസ് ആയിട്ടാണെങ്കിൽ ഒരു ബിയർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബിയറിന് പിന്നെ ടച്ചിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാണെങ്കിൽ അപ്പുറത്തൊരു ചായക്കടയിൽ കയറി കുറച്ച് പഴംപൊരിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പഴംപൊരിയൊക്കെ വാങ്ങിച്ച് ബിയർ ഇങ്ങനെ കുടിച്ചുകൊണ്ട് പോകണം. പഴംപൊരിയും ബിയറും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞാവിക്കും പഴംപൊരി കൊടുത്തു, നല്ല ചൂട് പഴംപൊരി ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിതാ ബിയറും പഴംപൊരിയും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് അടിച്ച് പൊളിച്ച് പോവാണ് ഗൈസ്.